നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. ഇത്തവണത്തെ വീഡിയോയിൽ ഞാൻ ഫേസ് ലിഫ്റ്റ് ഡെന്റിസ്ട്രിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഫേസ് ലിഫ്റ്റ് ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ലിഫ്റ്റ്സ് എന്ന് നിങ്ങളെല്ലാവരും കേട്ട് കാണും. ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ചുക്കിച്ചുളിഞ്ഞ് പ്രായമായിട്ടുള്ള മുഖത്തിന് നമുക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കാനായിട്ട്, അതായത് ആ ചുളിവൊക്കെ മാറാനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് സർജനെ സമീപിച്ചിട്ട് പ്ലാസ്റ്റിക് സർജൻ ഒരു പ്രൊസീജിയർ ചെയ്തിട്ടാണ് മുഖത്ത് ചുളിവൊക്കെ മാറ്റി ഒന്നുകൂടെ ചെറുപ്പാക്കി എടുക്കുന്നത്. അതാണ് ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ. അപ്പോൾ ഡെന്റിസ്ട്രി മുഖേന നമ്മൾ എങ്ങനെ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ. ഡെന്റിസ്ട്രി കൊണ്ട് എങ്ങനെ ഫേസ് ലിഫ്റ്റ് സാധിക്കുക എന്നുള്ളത് നമ്മൾ ആലോചിക്കുക കേട്ടോ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ. അപ്പോൾ ഞാൻ ഫേസ് ലിഫ്റ്റിന്റെ കാര്യം പറഞ്ഞു. ബേസിക്കലി ഇറ്റ് ഇസ് എ സർജിക്കൽ പ്രൊസീജിയർ ദറ്റ് ലിഫ്റ്റ്സ് ആൻഡ് ടൈറ്റൻസ് ദീസ് ഫേഷ്യൽ ടിഷ്യൂസ്. മുഖത്തെ ചുളിവുകൾ ലിഫ്റ്റ് ചെയ്ത് നമ്മൾ ആ ചുളിവ് മാറ്റുന്ന പ്രക്രിയ, അതാണ് ഫേസ് ലിഫ്റ്റ്. അപ്പോൾ ഫേസ് ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമുക്ക് ഒരു മുഖത്തിനൊരു തുടിപ്പ് വരും. നമുക്ക് മുഖത്തെ ചുളിവുകളൊക്കെ മാറി നല്ല ഭംഗിയാവും മുഖം. അതാണ് നമ്മൾ ഫേസ് ലിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡെന്റിസ്ട്രിയിൽ നമ്മൾ എങ്ങനെയാണ് ഫേസ് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമുക്ക് പല്ലുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, വായിലുള്ള പല്ലുകളൊക്കെ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പല്ലുകൾക്ക് തേയ്മാനം സംഭവിച്ച് പല്ലുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുഖം ചുരുങ്ങും. നമുക്ക് ബേസിക്കലി ഈ ചിത്രത്തിൽ കാണുന്ന പോലെ മൂക്കിന്റെ അടിഭാഗത്ത് നിന്ന് നമ്മൾ ചിൻ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഈ ഡിസ്റ്റൻസ് മൂക്കിന്റെ അടിഭാഗത്ത് നിന്ന് ചിന്റെ അടിഭാഗം വരെയുള്ള ഡിസ്റ്റൻസ് പലപ്പോഴും പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ പല്ലുകൾക്ക് തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാലോ ഇതങ്ങ് ചുരുങ്ങി കഴിയുന്നതോടുകൂടി മുഖം അങ്ങോട്ട് കൊളാപ്സ് ചെയ്ത പോലെയാവും. ഇതിനെയാണ് നമ്മൾ ഫേഷ്യൽ കൊളാപ്സ് എന്ന് പറയുക. ഈ കൊളാപ്സ് മാറ്റിയെടുക്കാൻ സാധിച്ചാൽ നമുക്ക് ഫേസ് ലിഫ്റ്റ് വരികയാണ് ഓട്ടോമാറ്റിക്കലി. ഇതിനെയാണ് നമ്മൾ ഡെന്റൽ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് പല്ലുകൾ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഉള്ള പല്ലുകൾക്ക് തേയ്മാനം സംഭവിച്ചിട്ടോ നമ്മുടെ ഈ ഡിസ്റ്റൻസ് മൂക്കിന്റെ അടിഭാഗത്ത് നിന്ന് ചിൻ വരെയുള്ള ആ ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തിരുത്തുന്ന പ്രക്രിയ. അതുമൂലം നമുക്ക് ഫേസിന് തുടിപ്പും ഫേസിന്റെ വലിപ്പം കൂടുന്നതോടുകൂടി നമുക്ക് അവിടെ ഫേസ് ലിഫ്റ്റായി. അപ്പൊ ഇതിൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. മൂക്കിന്റെ അടിഭാഗത്ത് നമ്മൾ ഒരു ലൈൻ വരച്ച് നമ്മൾ ചിന്റെ അടിയിലേക്ക് നമ്മൾ ഒരു ലൈൻ വരച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഡിസ്റ്റൻസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി ഒന്നുകൂടെ ചെറുപ്പാവുകയാണ് പേഷ്യന്റ്. ഇപ്പൊ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു 3 ഇഞ്ച് നമ്മളിത് കാണിക്കുന്നുണ്ട്, ഇത് 2.5 ഇഞ്ച്. അപ്പൊ ആ ഒരു വ്യത്യാസം കാണാം. ശരിക്കും ആ ഒരു കൊളാപ്സ് നമുക്ക് അവിടെ കാണാം. ഈ ചിത്രത്തിൽ കാണാം പല്ലുകളെല്ലാം തേയ്മാനം സംഭവിച്ചിട്ട് കൊളാപ്സ് ചെയ്ത് പോയത്. നമ്മൾ ആ തേയ്മാനം സംഭവിച്ച പല്ലുകൾക്ക് ക്രൗൺ കൊടുത്തോടുകൂടി അത് കറക്റ്റഡ് ആയി. അപ്പോൾ ആ ഫേസ് ലിഫ്റ്റഡ് ആയി. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല്ലുകൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് കൊളാപ്സ് വരും, ഫേഷ്യൽ കൊളാപ്സ് വരും. ആ കൊളാപ്സ് വരുന്നതോടുകൂടി മുഖം അങ്ങ് ചുക്കിച്ചുളിഞ്ഞ് ആകെ അങ്ങ് ചുരുങ്ങിപ്പോവും. പലപ്പോഴും വർഷങ്ങളോളം ഡെഞ്ചേഴ്സ്, അതായത് ഊരിക്കഴുകുന്ന പല്ലുകൾ വെച്ചിട്ടുള്ള പേഷ്യൻസിൽ നമുക്കിത് കാണാൻ സാധിക്കും. അതായത് മോണയും കവളും ഒട്ടിയ ഒരു അവസ്ഥ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് പല്ലുകൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. സിവിയർ ആയിട്ടുള്ള ബോൺ ലോസും എല്ലാം വന്നു കഴിയുമ്പോൾ, അതായത് പല്ല് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മോണ ചുരുങ്ങാൻ തുടങ്ങും. മോണ ചുരുങ്ങുന്നതോടുകൂടി കവള് ഒട്ടും. അപ്പോൾ അനേകം വർഷങ്ങൾ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ സംഭവിക്കുക. അപ്പോൾ ഇത് അങ്ങനെയുള്ളവരിൽ നമുക്കിത് റെസ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് പ്രീ ട്രീറ്റ്മെന്റ്, ഇത് പോസ്റ്റ് ട്രീറ്റ്മെന്റ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഒരു റെസ്റ്റോറേഷനാണ്. ഇത് ഈ ചിത്രത്തിൽ കാണുന്നത് എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നൊരു പേഷ്യൻ്റാണ്, ഒരു സായിപ്പാണ്. ഇയാള് അധികം പ്രായമൊന്നുമില്ല, ഒരു 29 വയസ്സ് 30 വയസ്സൊക്കെ ഉള്ളൂ. പക്ഷെ ഇയാൾ എന്നോട് പറഞ്ഞൊരു കാര്യം, കുട്ടിയായിരുന്നപ്പോൾ ഇയാൾ വെള്ളമല്ല കുടിച്ചിരുന്നത്, കൊക്കക്കോളയാണ് കുടിച്ചിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കുട്ടിയായിരുന്ന കാലത്ത് ഇയാളുടെ ടീനേജിൽ, അതായത് ഒരു 10 വർഷം 12-15 വർഷം മുമ്പ് ഇയാൾ വെള്ളമല്ല കുടിച്ചിരുന്നത്. ഇയാൾക്ക് വെള്ളം കുടിക്കാനായിരുന്നില്ല താല്പര്യം, കൊക്കക്കോളയാണ് കുടിച്ചിരുന്നത്. കൊക്കക്കോള കുടിച്ച് കംപ്ലീറ്റ് പല്ല് നശിപ്പിച്ച് മുഴുവൻ തേയ്മാനം സംഭവിച്ച് ടോട്ടലി കൊളാപ്സ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യ, വായ പൊളിച്ചിട്ട് നിവൃത്തിയില്ല, ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് വന്നത്.
ഇത് പ്രീ ട്രീറ്റ്മെന്റ് പിക്ചർ, ഇത് പോസ്റ്റ് ട്രീറ്റ്മെന്റ് പിക്ചർ. അപ്പൊ ഇതോടുകൂടി നമുക്ക് ഇതാണ് പ്രീ ട്രീറ്റ്മെന്റ് പിക്ചർ. എത്രത്തോളം തേയ്മാനം സംഭവിച്ചു എന്ന് നോക്കൂ. ഇത് പോസ്റ്റ് ട്രീറ്റ്മെന്റ്, നമ്മൾ ക്രൗൺസ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഇനി ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം പ്രീ ട്രീറ്റ്മെന്റ്, പോസ്റ്റ് ട്രീറ്റ്മെന്റ്. ഇനി ഇദ്ദേഹത്തിന്റെ മുഖം നോക്കുക, ഇതാ പ്രീ ട്രീറ്റ്മെന്റ്, പോസ്റ്റ് ട്രീറ്റ്മെന്റ്. വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ വെർട്ടിക്കൽ ഹൈറ്റ് കൂടിയതായിട്ട് കാണാം. ഇതിനെ ഇൻക്രീസ് ഇൻ വെർട്ടിക്കൽ ഡിമെൻഷൻ എന്നാ പറയുക, വെർട്ടിക്കൽ ഡിമെൻഷൻ ഓഫ് അക്ലൂഷൻ എന്നാ പറയുക. അപ്പൊ നമുക്ക് ആ വെർട്ടിക്കൽ ഹൈറ്റ് കൂട്ടിയെടുക്കാൻ സാധിച്ചു. ഇത് ഇതേപോലെ 48 വയസ്സുള്ള ഒരാള് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ വന്നു. പല്ലുകളൊന്നും തീരെ ഉണ്ടായിരുന്നില്ല വായില്, ഇതാ പല്ലുകൾ തീരെ ഉണ്ടായിരുന്നില്ല. നമ്മൾ വെർട്ടിക്കൽ ഡിമെൻഷൻ കൂട്ടി, ആള് നല്ല ചെറുപ്പമായി, മിടുക്കനായി. ഇതാ പ്രീ ട്രീറ്റ്മെന്റ് ആൻഡ് പോസ്റ്റ് ട്രീറ്റ്മെന്റ്, പ്രീ ട്രീറ്റ്മെന്റ് ആൻഡ് പോസ്റ്റ് ട്രീറ്റ്മെന്റ്. ഇതാ ആ പ്രായത്തിലുള്ള വ്യത്യാസം തന്നെ നമുക്ക് ഇതിൽ കാണാം. എത്രത്തോളം പ്രായം കുറഞ്ഞു എന്ന് നോക്കുക. ഇത് നമ്മൾ എങ്ങനെയാ അക്കോംപ്ലിഷ് ചെയ്തേ, എങ്ങനെയാ സാധിച്ചതെന്ന് വെച്ചാൽ ഇതാ പ്രീ ട്രീറ്റ്മെന്റ്, പോസ്റ്റ് ട്രീറ്റ്മെന്റ്. ഇദ്ദേഹം എന്നോടൊരു കഥയും കൂടെ പറഞ്ഞു. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി അത് കേട്ടപ്പോൾ. എന്നോട് പറഞ്ഞു, കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് സ്കൂളിലേക്ക് ചെല്ലരുത് എന്നാ. എന്താ കാരണം? കുട്ടികൾ ഡാഡി സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പേടിക്കും, ഡാഡി ചിരിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് പേടിക്കും, പല്ലുകൾ അങ്ങനെ ഇരിക്കുന്നത്, ഇനിയിപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് എൻ്റെ കുട്ടികളുടെ സ്കൂളിൽ പോവാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടിയേ പോയെ. അല്ല, ഓരോരുത്തരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഇദ്ദേഹം നല്ല പൊക്കവും നല്ല വണ്ണമുള്ള ആളാ, ഒരു 6 അടി 3 ഇഞ്ച് പൊക്കം ഉണ്ടാവും. പക്ഷെ ചിരിച്ചു കഴിയുമ്പോൾ ആകെപ്പാടെ ഒരു വല്ലാത്തൊരു വൃത്തികെട്ട അവസ്ഥയായിരുന്നു. അതാ ഈ പിക്ചറിൽ കാണുന്ന പോലെ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ആ ബൈറ്റ് തന്നെ റെസ്റ്റോർ ചെയ്ത് കൊടുക്കാൻ സാധിച്ചു. ഇതിൽ നമുക്ക് ഈ പിക്ചർ കാണാം, പ്രീ ട്രീറ്റ്മെന്റ്, പോസ്റ്റ് ട്രീറ്റ്മെന്റ്. നമുക്ക് പല്ലുകളെല്ലാം ഘടിപ്പിച്ച് ആ ഹൈറ്റ് ഇൻക്രീസ് ചെയ്ത് പെർഫെക്റ്റ് ആയതോടുകൂടി ആള് പെർഫെക്റ്റ് ആയി. ഇത് ഇതേപോലെ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ വന്ന വേറൊരു പേഷ്യൻ്റ് ആണ്, പ്രീ ട്രീറ്റ്മെന്റ്, പോസ്റ്റ് ട്രീറ്റ്മെന്റ്. ആ പിക്ചർ അതിൽ കാണാം. ഇതാ ഇദ്ദേഹം ഭയങ്കര പേടിക്കാരനായിരുന്നു, ഡോക്ടേഴ്സിനെ കാണില്ല. എന്താ കാരണം? ആസ് എ ചൈൽഡ് ഇദ്ദേഹത്തിന് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി വളരെ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയില്ലായിരുന്നു. അപ്പോൾ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു കസിനെ ഞാൻ ട്രീറ്റ് ചെയ്തിരുന്നു. അവർ പറഞ്ഞിട്ടാണ് വന്നത്. വളരെ ഭംഗിയായിട്ട് സന്തോഷമായിട്ട് പോയി ആള്. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാനൊരു റോക്ക് ബാൻഡ് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് പോയെ. അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. ഇത് വേറൊരു പേഷ്യൻ്റ്, അറബി പേഷ്യൻ്റ് ആണ്. വളരെ മോശപ്പെട്ട അവസ്ഥയിൽ വന്നു, വളരെ ഭംഗിയായിട്ട് പോകാൻ സാധിച്ചു. ഇനിയൊരു പേഷ്യൻ്റ് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ വന്ന് വളരെ ഭംഗിയായിട്ട് പോയി. പലപ്പോഴും നമുക്ക് ആ വെർട്ടിക്കൽ ഹൈറ്റ് നമുക്ക് കൂട്ടുമ്പോൾ തന്നെ ആള് മാറും. അതാണ് പ്രീ ട്രീറ്റ്മെന്റ് ആൻഡ് പോസ്റ്റ് ട്രീറ്റ്മെന്റ്. ഇത് വേറൊരു പേഷ്യൻ്റ്, പ്രീ ട്രീറ്റ്മെന്റ് ആൻഡ് പോസ്റ്റ് ട്രീറ്റ്മെന്റ്. ഇനിയൊരു പേഷ്യൻ്റ്, ഇതാ വേറൊരു പേഷ്യൻ്റ് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ വന്നു, നമുക്ക് വളരെ ഭംഗിയായിട്ട് ആളെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വിടാൻ സാധിച്ചു. പ്രീ ട്രീറ്റ്മെന്റ് ആൻഡ് പോസ്റ്റ് ട്രീറ്റ്മെന്റ്. നമുക്ക് കൃത്യമായിട്ട് ആ വെർട്ടിക്കൽ ഹൈറ്റും മുഖത്തെ ചുളിവൊക്കെ മാറിയിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഡെന്റൽ ഫേസ് ലിഫ്റ്റിനെ പറ്റി ഉള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.